അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. സ്പെഷ്യൽ നാരങ്ങ, ഈത്തപ്പഴം, മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ റെസിപ്പിയൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഉമ്മാനോട് ചോദിക്കാം കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചെറുനാരങ്ങ സ്പെഷ്യൽ അച്ചാറാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ അല്ലേ. 500 ml നല്ലെണ്ണ ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചെറുനാരങ്ങ നല്ലോണം കഴുകി അത് ചൂടുവെള്ളത്തിലെടുത്ത് പുഴുകിയിട്ട് 2 ദിവസം വെച്ചതാ. ഉപ്പിട്ടിട്ടല്ലേ? ഉപ്പിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചു. 750 ഗ്രാം ഈത്തപ്പഴം, 50 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം പച്ചമുളക്, 3 ടേബിൾ സ്പൂണ് കടുക്, 250 ഗ്രാം നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, 3 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കായം, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1.5 കപ്പ് എരിവില്ലാത്ത മുളക്, 1 കുപ്പി വിനീഗർ. അപ്പോൾ ഇത്രയൊക്കെയാണ് 3 കിലോ നാരങ്ങൻ്റെ അളവ്. ഇനി നിങ്ങൾ അതിൽ കുറക്കും കൂട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ 1 കിലോൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പം നല്ലെണ്ണ ഉരുളിയിലിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടുകയാണ്. ഇനി നമ്മളിതിൻ്റെ അകത്ത് എന്താക്കും, ഈത്തപ്പഴം ചേർക്കും. ഈത്തപ്പഴം ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ചേരുവകളൊക്കെ പെട്ടെന്ന് ചേർത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇത് ഇങ്ങനെ എണ്ണയിൽ നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെയായി വരും. അത് ഈത്തപ്പഴം. ഓക്കെ. ഇതൊരു വർഷം എടുത്ത് വെക്കാം, ഒരു കൊല്ലം ഇത് വെക്കാം. ഇതിന് പിന്നെ വളരെ ശ്രദ്ധിക്കണം, നനഞ്ഞ സ്പൂണ് കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ഒരുപാട് എണ്ണ ഉണ്ടെന്ന്. എണ്ണയൊക്കെ ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ എണ്ണ വേണം ഉമ്മ? ഇതിൽ കൂടുതൽ എണ്ണ വേണം ഞാൻ ഉപയോഗിക്കാം. എനിക്ക് എണ്ണ വാരം പേടിയാണ്. എത്രത്തോളം എണ്ണ ഒഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാകുക, ചീത്തയാവില്ല. അപ്പം നല്ലെണ്ണ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടുകൂടാതെ കുറച്ചും കൂടെ കാലം വെക്കാന്നാണ് അതിൻ്റെ ഉദ്ദേശം. എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണം, അതിന് ഞാൻ സാരി എടുക്കാൻ വേണ്ടി പോകുന്നിടത്തുനിന്നാന്ന് ഞങ്ങൾ ഇവരെപ്പോഴും പിന്നെ സിൽക്ക് സാരി എടുത്തിട്ടാളി ഭക്ഷണം പാകം ചെയ്യല്ല. ഞാൻ തരിശയിലേക്ക് പോകുന്ന അന്നേരം ഇവള് പറഞ്ഞു, ഉമ്മ എനിക്ക് അച്ചാറിന് ശരിയാക്കി തന്നേക്കാർക്ക്. ഇത് ആർക്ക് ഇട്ടുകൊടുക്കുന്ന കല്യാണം അല്ല, എന്റെ നേരെ ഏടത്തിന്റെ മോളെ നോക്ക്. ഈ ഡേയില് വന്നിട്ടോള് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിനെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുതന്നാ പിന്നെ എനിക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇത് നന്നായിട്ട് വറന്നു. ഇനി എന്താ ഇതില് ഒരു വെളുത്തുള്ളി ഇത് 4ആക്കിയിട്ട് കഷ്ണം ചെയ്തിട്ടാണ് ചതച്ചതല്ലേ ചതക്കത്. അതെത്രയുണ്ട് ഉമ്മ? ഇത് ഒരു 100 വെളുത്തുള്ളി അല്ലേ. 100 വെളുത്തുള്ളിയും 50 ഇഞ്ചിയും ഇത് രണ്ടും ഇതിന്റെ കൂടെ വഴറ്റി. ഉമ്മക്ക് സമയമൊന്നും ഇല്ല, പക്ഷെ ഉമ്മ തിരക്കിലുണ്ടാക്കിയത്. കുറേ ആൾക്കാർ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചത്. അപ്പോൾ ഉമ്മ വെച്ച് പെട്ടെന്നൊന്ന് ഉണ്ടാക്കാന്ന്, അതുകൊണ്ടാണ് ഉമ്മ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി. വീഡിയോയിലൊക്കെ നോക്കിട്ടായിക്കോ. ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അസാധ്യ കഥയാ. എന്റെ മോള്, എന്റെ ഏട്ടത്തിന്റെ ഒരു മോളുണ്ട്, കടിഞ്ഞിപ്പറ്റതാ. എന്നാ പേരോളെ? റസ്മിനാണ് മോളെ. ഇനി ഇത് നാരങ്ങ പിന്നെ നല്ലോണം കഴുകി പിന്നെ വാട്ടിയിട്ട് മോള് 4ആക്കി കൊടുത്തിട്ടാണ് വെച്ച 2 ദിവസം. 3ാമത്തെ ദിവസം ഞാൻ വന്നിട്ട് ഇടുന്നാണ്. ഓള് 4 ദിവസം പിന്നെ അതിനെ എല്ലാം പണിയാക്കി. അതിനെന്താ ഉമ്മാക്ക് പോയിട്ട് ഇട്ടുകൊടുത്തൂടേനോ? ഇട്ടുകൊടുക്കും. ഞാൻ വിളിക്കുന്നേനെ ഓള് പർച്ചേസിനല്ലേ. ഓളങ്ങ് കണ്ണൂര്, തലശ്ശേരിയില്, കോഴിക്കോട് നേരെ വരും കണ്ണൂര്, കണ്ണൂരിന്ന് നേരെ വരും തലശ്ശേരി. അങ്ങനത്തെ സ്ഥിതിയിലോള. അങ്ങനെ ഞാന് രാത്രി ഞാൻ എന്റെ മുളക് അതെത്രയാ? 50 ഗ്രാം പച്ചമുളക്. അങ്ങനെ ഞാൻ മോളെ അച്ചാറിടാലോന്ന് പറഞ്ഞ് ഞാൻ എന്റെ പണിയെല്ലാം ഒരുങ്ങി ഉമ്മ ഒരുങ്ങി നല്ല മൊഞ്ച പാട്ടെല്ലാം പാടിയിട്ട് ചെറുനാരങ്ങ വെക്കുമ്പോ അതിന്റെ ഉള്ളില് അറിയണ്ട ചെറുനാരങ്ങ മുഴുവനും ചീത്തയായി പോയി. ഉപ്പ് വന്നിട്ട് ചീത്തയായിട്ട് ഞാൻ പറഞ്ഞു, മോളെ ചെറുനാരങ്ങ 100 ഉറുപ്പ്യല്ലുള്ളൂ 2 കിലോത്തിന്. എല്ലാം ആരും കാണാണ്ട് കൊണ്ടുപോയിട്ട് മോള് പുറത്ത് കുഞ്ഞാലിയാച്ചി കാണാൻ നോക്കിയാൽ കുഞ്ഞാലിയാച്ചിക്ക് വിഷമാവും. കൊണ്ടാകും കൊണ്ടുപോയി ചാടി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിടുന്നത് 250 ഗ്രാം കറുത്ത മുന്തിരിങ്ങയും, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഈത്തപ്പഴം നല്ല എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയല്ലേ. എന്നിട്ട് അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർക്കണം. ഇത് മരത്തേച്ചിട്ട് പൊരിച്ചുകൊണ്ടാകുന്നതാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന കരിയാവിലെ വസീല. എനിക്ക് ആവേശം എല്ലാത്തിനും.
സോറി ഉമ്മ, ഇത്രയൊന്നും വേണ്ടേനു. സോറി എന്ന് 2 വാക്കുകൊണ്ട് എനിക്ക് എന്തെല്ലാം പറയാൻ കഴിയൂ. ഇതെല്ലാം കാണുമ്പോ എന്റെ ഇരട്ട നല്ലോണം. ഇതിന് നല്ലോണം കറിവേപ്പില നല്ലോണം ഒന്ന് മുപ്പിക്കണം അല്ലേ. അങ്ങനത്തെ ഒരു കഥയാണ് ഈ അച്ചാറിന്റെ ബാക്കിൽ നടന്ന കഥ. ഇത് നിങ്ങൾ ആരോടും പറയല്ലേ. അറിയണ്ട. ഓർ 3 കിലോ ഇഷ്ടപ്പായം കൊണ്ട് കൊടുത്തിട്ട് അല്ല, ഇത് ചെറുനാരങ്ങ കൊണ്ട് കൊടുത്തിട്ട് റഫീന എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ഓരോ രൂപപ്പെട്ട മോളാ. അങ്ങനെ പറഞ്ഞ ഇപ്പൊ ഇത് അടിയാവുമല്ലോ ഉമ്മ. സൗദിയത് വരുന്നത് അവക്കാണ് ഈ അച്ചാർ വേണ്ടത്. ഓക്ക് വേണ്ടിട്ട് വായിക്കോട്ടെ. ഞാൻ പറയുന്നത് കുഞ്ഞാൽപ്പി അവിടെ ആരും വേണ്ട മോളെ. പൂച്ച പാല് കുടിച്ചത് ആരും അറിയണ്ടെന്ന് പറഞ്ഞ് രാത്രി തന്നെ കുഴിച്ചിട്ട് കുയിലിട്ടു. ഇത് 2ാമത്തെ സ്റ്റെപ്പ് അല്ലേ. 2ാമത്തെ സ്റ്റെപ്പ്. ഇതാ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇതിപ്പോ എത്ര ദുബായ് മൊത്തം ഇല്ല ഉമ്മ. ഇത് എത്രയാളെ ബുക്ക് ചെയ്തെന്ന് പറയുന്നു അവിടെ കണ്ട. കല്യാണ പോർക്കും കുറച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട സാധനങ്ങളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കപ്പ്, അതായത് 3 കിലോനാണ് ഞാൻ 1.5 കപ്പ് മുളക് പൊടി, അതായത് പിരിയൻ കാശ്മീരി മുളക് പൊടി 1.5 കപ്പ് ചേർത്തു. ഇനി പേരും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതലിടാം. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് മുളകാണ്. അങ്ങനെ ഒരു 1.5 കപ്പ് മുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരൂലേ. നമ്മളിത് മൂത്ത് വരുമ്പം എണ്ണ ഇങ്ങനെ തെളിയുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ കറിവേപ്പില വറച്ചത് മുതലായി എന്നാണ് തോന്നുന്നത്. നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഇതിനെ നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിക്കണം. ആ സമയത്ത് ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ് ചേർക്കാനുള്ളത്. ഒന്ന് വിനീഗർ, വേറൊരു സാധനം കൂടെ ഉണ്ട്. അപ്പം നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇതിനെ മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വറുത്ത് പൊടിച്ച 3 ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറക്കുക, നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് ഇതന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഈ അച്ചാറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സായിട്ട് വരണം. എന്നാലാണ് ഈ ചെറുനാരങ്ങയൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൊടുക്കില്ല. ഇനി നമ്മൾ അത് നന്നായിട്ട് മൂത്ത് നല്ല മണം വരുമ്പോൾ നമ്മുടെ പുഴുങ്ങി കഷ്ണം ചെയ്ത് ഉപ്പിട്ട് വെച്ച ചെറുനാരങ്ങ ഇതിൻ്റെ അകത്തൊക്കെ ഇടാൻ. അപ്പോൾ നിങ്ങളിതിൻ്റെ അകത്ത് വെള്ളം കാണുന്നുണ്ടല്ലോ, ഇത് ഞാൻ വെള്ളം ഒഴിച്ചതല്ല. നമ്മുടെ ഈ ചെറുനാരങ്ങയിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് വന്ന 3 ദിവസമായല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരും. ആ വെള്ളത്താലെയാണ് നമ്മളല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചതൊന്നുമല്ല, നല്ല തുടച്ചിട്ട് അതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ച് ചെറുനാരങ്ങയാണ് അത് 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ വെക്കുകയും ചെയ്യരുത്. എന്നിട്ട് അതിനെ നമ്മൾ എന്തായാലും ഈ മൂത്ത് നല്ല ചൂടുള്ള മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കുക. നല്ലോണം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇതപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് മസാലയിൽ നല്ലോണം ചെറുനാരങ്ങയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടത് വിനീഗറാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് 1 ബോട്ടിൽ വിനീഗർ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു, എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പകുതി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയത്. നന്നായിട്ടൊന്ന് മിക്സാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾ ഈ അച്ചാറൊന്ന് ഉണ്ടാക്കുക, ഗൾഫിലൊക്കെ കൊടുക്കാൻ അത്രയും ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു സാധനമുണ്ട്, അത് ചേർത്തിട്ടില്ല. അതെന്താണെന്നും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ കംപ്ലീറ്റ് കാണാൻ, എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് കായം ചേർത്തു. എന്നിട്ട് നമ്മളിതിന് ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ നമ്മുടെ 2 ദിവസം മുമ്പ് ഉപ്പിട്ട് വെച്ചതുകൊണ്ട് ഉപ്പിൻ്റെ വലിയ ആവശ്യമില്ല, എന്നാലും ഇച്ചിരി ഒരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്തു. എന്നിട്ട് മിക്സാക്കി. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതാണ് ഈ പിന്നെ ചെറുനാരങ്ങ അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റും ഹൈലൈറ്റും ആയിട്ടുള്ളൊരു സാധനമാണ് പഞ്ചസാര. ഞാനിതിൻ്റെ അകത്ത് 1.5 കപ്പ്, അതായത് 3 കിലോന് ചെറുനാരങ്ങക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂട്ടും കുറക്കും ചെയ്യാം. എനിക്ക് 3 കിലോത്തിന് കറക്റ്റ് 1.5 കപ്പ് പഞ്ചസാര കറക്റ്റാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി. ഇനി നമ്മളിതിൻ്റെ അകത്തൊന്നും ചേർക്കേണ്ട. ഇനി നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഇതിൽ എണ്ണ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട്, അതായത് നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് 1 ബോട്ടിൽ, അതായത് 500 ml നല്ലെണ്ണ എനിക്ക് നല്ല കറക്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ കുറച്ചും കൂടെ കാലം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ലെണ്ണ ഞാൻ പറഞ്ഞത് മെത്തേഡിൽ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ബോട്ടിൽ ഒഴിക്കുമ്പോൾ. അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ആക്കണേ. നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിൽ മാറ്റി വെക്കാം.
അപ്പോൾ അച്ചാറൊക്കെ റെഡിയായി കേട്ടോ. ഇനി ഞാനിതിനായി ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു പിന്നെ ചട്ടിയിലേക്ക് മാറ്റും. കാരണം ഉരുളിയിനകത്ത് കുറേ സമയം നമ്മുടെ ഈ പുളിപ്പും എരിവും ഈ വിനീഗറൊക്കെ ഒഴിച്ച സാധനം വെക്കാൻ പാടില്ല എന്നല്ലേ പറയല്. അപ്പം ഞാൻ എന്താക്കി ഒരു മൺചട്ടി, വലിയൊരു മൺചട്ടി എടുത്തിട്ട് അതിനെ കഴുകി നന്നായിട്ട് ചൂടാക്കി, എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഈ ചെറുനാരങ്ങ അച്ചാർ അപ്പോഴത്തേക്ക് തണുത്തിന്, എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് മാറ്റുകയാണ് ഈ ചട്ടിയിലേക്ക്. എന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് മാറ്റാൻ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.